അല്ല സാഹിബോ, യെസ്, നമ്മളിപ്പോ ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പോ സ്ഥാനാർത്ഥികളെ കുറിച്ച് പല സ്ഥാനാർത്ഥികളുണ്ട്, യോഗ്യതയുള്ള ആളുകളുണ്ട്, ഇല്ലാത്ത. അപ്പൊ അതിനെ കുറിച്ച് എന്താ എൻ്റെ ഒരു അഭിപ്രായം? എൻ്റെ അഭിപ്രായം ചോദിച്ചാല് ഇപ്പൊ നമ്മളെ നാട്ടില് ഒരു പ്യൂണാകണമെങ്കിൽ വരെ വിദ്യാഭ്യാസവും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ വേണം, വേണ്ടേ? പക്ഷെ ഈ നമ്മളീ നാട് ഭരിക്കണവർക്കൊക്കെ അതൊന്നും വേണ്ടേ? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണം. ഒരു മിനിമം ഡിഗ്രി പാസ്സാകാത്തവർക്കൊന്നും പറഞ്ഞത് നല്ലൊരു കറക്റ്റ് ഒരു പോലീസ് ആണെങ്കിൽ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ വേണം. ഇതേമാതിരി നമ്മുടെ നാട്ടിലെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നിൽക്കണമെങ്കിലും എല്ലാതും ചെയ്യെങ്കിലും അവർക്കൊരു വിദ്യാഭ്യാസം, ഒരു ഡിഗ്രിയിലും മിനിമം ഒരു ഡിഗ്രിയിലും കഴിഞ്ഞവർക്ക് മാത്രമേ ഇലക്ഷന് നിൽക്കാനുള്ള ഒരു അനുവാദം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആവുമ്പോ അങ്ങനെ വരുമ്പോഴെന്താവും, നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പൊ മന്ത്രിമാരായാലും MLA-മാരായാലും ആരായാലും അവർക്ക് അതിൻ്റെതായ പഠിച്ച ആളുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഗതാഗത മന്ത്രി, എഞ്ചിനീയർ, ആ ഒരു ഫീൽഡിലുള്ള ആളുകള്, അങ്ങനെ ഓരോ മന്ത്രിമാരും ഓരോ ഘടകങ്ങൾ ആ ഒരു ഫീൽഡിൽ അവർക്ക് പരിജ്ഞാനമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഭരണം എത്രയോ മികച്ചതായിരിക്കും. അഭിപ്രായം ചോദിക്കണം, ഓൽക്ക് അറിയാം ഇത് എന്ത് എങ്ങനെ ചെയ്യണം. കാരണം ഇതിപ്പോ പല ആളുകളും എന്താ വെച്ചാൽ പല ആളുകൾക്കും ഇത് മന്ത്രിമാരാകുക എന്നല്ലാതെ പിന്നെ അത് പറയുന്നത് കേട്ടിട്ടില്ല, ന്യൂസിലൊക്കെ ഓരോ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അറിവില്ലായ്മ ആണ് അതിന്റെ സംഭവം. തീർച്ചയായും പറഞ്ഞു ഓർക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു വെറുതെ ജയിച്ചാൽ അവിടെ പോയി ഇരിക്കണമെന്നുള്ളൂ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യേണ്ടത്, ഒന്നും ഇവർക്കൊരു ഐഡിയ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ മാതിരി, എന്റെ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള വിദ്യാഭ്യാസം കൊള്ളും. ഒരു മിനിമം ഡിഗ്രിയിലും കഴിയാത്ത പോലെ ഈ സ്ഥാനത്തേക്ക് ഇനി കൊണ്ടുവരുത്. അതേമാതിരി വേറൊരു കാര്യം കൂടി ഉണ്ട് കുഞ്ഞിട്ട് എനിക്ക് പറയാൻ. മിനിമം ഒരു MLA ആയാലും മന്ത്രി ആയാലും MP ആയാലും 5 കൊല്ലം പിന്നെ വാത്തുപോലെ അടുപ്പിച്ചു പുതിയ ആൾക്കാർക്ക് ഇങ്ങനെ. അമേരിക്കയിലൊക്കെ ആ ഒരു സിസ്റ്റമാണ് തോന്നുന്നുണ്ട്. 5 വർഷം ഒരു പ്രസിഡന്റായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്ക് ചാൻസ് കൊടുക്കരുത്. പിന്നെ വേറൊരു കാര്യം, ആളുകൾക്ക് എന്ത് ചെയ്യാ, പല ആളുകളെയും ഇപ്പൊ ഒരാളെ എടുത്തിപ്പോ അവരെ ഭരണം ശരിയല്ലെങ്കിൽ 5 വർഷം സഹിച്ചാൽ മതി. അങ്ങനെയല്ല, പിന്നെ സഹിക്കേണ്ട അവസ്ഥ. അതേമാതിരി വേറെ കാര്യമുണ്ട്, 50 വയസ്സിന് മേലക്കല്ലേ ഒരു വേട്ടാളിമാരി ഇരുത്താൻ പാടില്ല. അല്ല ശരി, അത് യൂത്ത് വരണം, ചെറുപ്പക്കാർ വരണം. ഒരു 25-30 വയസ്സുള്ള ആൾക്കാർ ചെക്കന്മാര് വന്നിട്ട് ഉഷാറാക്കണം. അല്ലാതെ ഈ ചാകാനായ നീച്ചറക്കാനും ജീവല്ലായിട്ട് പ്രഷറും കൊളസ്ട്രോളും ഇവർക്ക് അമേരിക്ക പോയിട്ട് അവിടെ പോയി അതിനുള്ള പൈസ തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ വേട്ടന്മാരും എല്ലാത്തിനും ചവിട്ടി പുറത്താക്കി നമ്മള് നികുതി കൊടുക്കണേ, പൈസ അവർക്ക് ശരിക്കും അതിന് തന്നെ തികണില്ല. പിന്നെ ഈ അമേരിക്ക പോണതും യൂറോപ്പ് പോണതും ചികിത്സക്കൊന്നുമല്ല, ദാഹം മാറ്റാനും പട്ടിണി മാറ്റാനൊക്കെയാണ്. അതൊക്കെ ചുട്ട് അതൊക്കെ നമുക്ക് അറിയാത്ത പൊട്ടന്മാരൊന്നും പോലെ നാട്ടില്. അല്ല, അത് ഒരു പൊയ്ക്കോട്ടെ, ഒരു പോണിന് കുഴപ്പമില്ല, അത് ഓരോ സ്വന്തം. പിന്നെ വേറൊരു അഭിപ്രായം പാട്ട്, ഈ ആളുകള് പല ആളുകളും ഞാൻ പറയുന്ന എടുക്കണ്, അവർക്കൊരു ജോലി ശരിക്കും ഇപ്പൊ മന്ത്രി ആയാലും MLA അവർക്ക് വരുമാനത്തിന് വേറൊരു ജോലി വേണം. ഇതൊരു ആക്ച്വലി ഈ മന്ത്രി MLA എന്നൊക്കെ പറഞ്ഞ ഒരു സേവനാണ്. പക്ഷെ അവർക്കൊരു സ്വന്തം ഒരു ജോലി, അവർക്ക് ഇതിന്റെ പുറമെ അവർക്ക് എന്ത് ഒരു ജോലി വേണം. അതിനാണ് ഞാൻ ഈ പരിപാടി പറഞ്ഞത്. 5 വർഷം അവർക്ക് ഭരിക്കാനുള്ള അനുവാദം കൊടുക്കാൻ പാടുള്ളൂ, വെറും 5 വർഷം. അത് കഴിഞ്ഞ പിന്നെ ഓരോ പരിസരത്ത് കാണരുത്, വിട്ടോളം വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോണോ. ഈ നാട്ടില് ഇവിടെ വന്നാണ്ട് പിന്നെ നമ്മളെ ഭരിച്ചാൽ നോക്കരുത്. ഓരോ വേറെ എന്തെങ്കിലും പരിപാടികൾ ഓരോട് പോയിക്കോണം, പുതിയ തലമുറക്ക് അവസരം കൊടുത്തോണം. പിന്നെ SFIയിലും പിന്നെ KFCയിലും എത്ര നല്ല ചെക്കന്മാരുണ്ട്, നല്ല ചുണക്കുട്ടന്മാര്. എല്ലാത്തിലും ഉണ്ട്, എല്ലാ പാർട്ടിയും BJPയിലുണ്ട്, എല്ലാ കാര്യക്കും. ഇത് സ്ഥാനാർത്ഥി എന്നുള്ള ആ പേര് ശ്രദ്ധിച്ചു, സ്ഥാനത്തിന് ആർത്തിയുള്ള ആളുകളാണ്. അതാണ് സത്യത്തില് കാരണം അവര് ജയിക്കാൻ വേണ്ടിട്ട് വോട്ട് ചോദിക്കാൻ വരലും ഭയങ്കര തിണ്ണം കയറി ഇറങ്ങലും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓല പരിസരത്ത് കാണാൻ കിട്ടൂല. കാണണമെങ്കിൽ പിന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. മറ്റേ നമ്മളെ പെരീക്ക് കയറി വരുന്ന ആൾക്കാര് പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓല ഒരു പുല്ല് പോലും കാണില്ല.
മാറി വരണല്ലേ ആ കാലം നമ്മള് പഞ്ചായത്ത് ഭരണ ഇതിലാണെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരാണെങ്കിലും ഒക്കെ യൂത്തന്മാര്, ചെറുപ്പക്കാര്. ഒരു 50 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പൊ ഞാനേ പല ഓഫീസുകളിലും ഇപ്പൊ പഞ്ചായത്തായാലും വില്ലേജ് ഓഫീസുകളിലൊക്കെ പോയ എന്റെ ഒരു അനുഭവത്തിൽ പറയാൻ പ്രായ ആളുകൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കൊരു ഓർമ്മ ഉണ്ടോ, നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് സൈൻ ചെയ്യാൻ വാങ്ങാൻ പോയിട്ട് പൊന്നോ മണിമൂളി മറ്റേ ഹെൽത്ത് എന്നോട് കുറെ കുടുങ്ങി പെട്ട് നമ്മളെന്താ ചോദിച്ചത്, ഒരു ഒപ്പല്ലേ ചോദിച്ചത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാക്കി. നമ്മള് മുണ്ടിയിൽ പോയിട്ട് പിന്നെ ആരെടുത്ത മറ്റേ ഫൈസൽ ഡോക്ടർ ഒരു മുള്ളി മൂപ്പർക്ക് പ്രായമല്ല, യൂത്തനാണ്. അതുകൊണ്ട് മൂപ്പർക്ക് പറഞ്ഞാൽ മനസ്സിലായി. പ്രായമുള്ള ആളുകൾക്ക് അവർക്ക് ഒന്നാമത് പ്രഷറും കാര്യങ്ങളും. ഞാൻ ആദ്യമാണ് പറഞ്ഞത് 50 വയസ്സ് കഴിഞ്ഞാല് ഇവർക്ക് 50 വയസ്സ് അതിന്റെ മേലേക്കുള്ള ആൾക്കാരെ കൊടുക്കരുത്. അതേമാതിരി 5 വർഷം. അപ്പൊ നമുക്ക് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം ഈ വീഡിയോ. അപ്പൊ ഇനി ഇത് നമ്മളെ അഭിപ്രായം തന്നെയാണോ ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്നുള്ളത് എന്ത് ചെയ്യട്ടെ, കമന്റ് തരണം, കമന്റ് ചെയ്യാൻ എല്ലാരും കമന്റ് ചെയ്യാൻ. ഓക്കെ, കൂട്ടത്തില് നമ്മളെ ചാനലിൽ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ആ ബെല്ലൈക്കൺ കുത്തി പിടിച്ചോ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ.